നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാവർക്കുമുണ്ട്. ഒരുപക്ഷെ ആ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്, ഡോക്ടർ ബിനോയ് ജോബ്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഡയറക്ടറും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വക്താവുമായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പലരും അടുത്ത് കണ്ടിട്ടുണ്ടാവില്ല, സംസാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ 5 വർഷക്കാലം വളരെ ഹൃദയപരമായി സംസാരിക്കുകയും പ്രൊഫഷണലായിട്ട് പെരുമാറുകയും ചെയ്ത ഡോക്ടർ ബിനോയ് ജോബ്, അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാവും. ഡോക്ടർ ബിനോയ് ജോബ്, ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ ബിനോയ് ജോബ്, ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മളെ വിട്ടുപിരിയുമ്പോൾ വളരെയധികം വിഷമിക്കുന്ന ഒരാളായിരിക്കും താങ്കൾ. കാരണം വളരെ അടുപ്പമുണ്ടായിരുന്ന, ലോകം മുഴുവൻ ആദരിച്ചിരുന്ന നേതാവ് നമ്മളെ കടന്നുപോയിരിക്കുന്നു. താങ്കളെ സംബന്ധിച്ചിടത്തോളം ലോകം ആദരിക്കുന്ന നേതാവ് എന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മെൻറ്റർ, ഗുരു, അല്ലെങ്കിൽ താങ്കളോടൊപ്പം വളരെ പ്രൊഫഷണലായിട്ട് പെരുമാറിയിരുന്ന ഒരാൾ കടന്നു പോവുകയാണ്. എങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ, ഇന്ത്യയെക്കുറിച്ച് സ്വപ്നം കണ്ടൊരു വ്യക്തി എന്ന നിലയിൽ ഹൗ ഡു യു റേറ്റ് ചെയ്യും? എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്? ജെയിംസ്, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫാസിനേറ്റിംഗ് ഒരു ക്യാരക്ടറാണ്. ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പബ്ലിക് ലീഡറാണ്. നമ്മൾ വേറെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു മനുഷ്യനാണ്. നമ്മൾ ആർക്കും, എനിക്ക് തോന്നുന്നു, ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലുള്ള ഒരു മനുഷ്യനാണ്. വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, അതേസമയം വളരെ പോളിസി ഫോർമുലേഷനൊക്കെ വളരെ ഫേം ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതേസമയം നമ്മൾ സ്പോർട്സ് താരങ്ങളിലൊക്കെ കാണുന്ന പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനറിയനും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫാസിനേറ്റിംഗ് ക്യാരക്ടറാണ്. എന്നാൽ ഇത്രയേറെ പൊസിഷനിൽ ഇരിക്കുമ്പോഴും ഒരു പബ്ലിസിറ്റിയുടെ നിന്ന് മാറി നിൽക്കുക. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, രാഷ്ട്രീയത്തിൽ കയറുമ്പോൾ നമുക്ക് പബ്ലിസിറ്റി, 4 പേർ അറിയണം, 4 പേരുടെ മുന്നിൽ പോകണം. അന്ന് അതിൽ മാറി നിന്നുകൊണ്ട് പുള്ളിയുടെ സ്ട്രെങ്തിൽ ഫോക്കസ് ചെയ്തു. നമ്മുടെ ഈ മാനേജ്മെൻറ്റ് ഗുരുക്കളൊക്കെ പറയുന്ന പോലെ നമ്മുടെ കോർ കോമ്പറ്റൻസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ഡോക്ടർ ബിനോയ്, ഇതിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് സംസാരിക്കുകയും ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെയൊക്കെ മുഖമാണ് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ ആൾക്കാരുടെ ഇടയിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം പലപ്പോഴും വളരെ മൗനിയായിട്ടിരിക്കുകയും, മൗനി ബാബ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പ്രതിപക്ഷം കളിയാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുക, ദ മോസ്റ്റ് പവർഫുൾ സീറ്റ് ഇൻ ദ കൺട്രി, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇക്കാര്യത്തിലൊരു മൗനിയായിട്ടിരിക്കുകയും അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ തുറന്ന് പറയാതിരിക്കുകയും, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം പുറത്തേക്ക് പറയില്ല? രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങളുടെ ഇടയിൽ ഒരു മാസ് ലീഡറായിട്ട് മാറുക, അതിനൊന്നും അദ്ദേഹം എന്തുകൊണ്ടാണ് തയ്യാറാവാതിരുന്നത്? നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, അദ്ദേഹത്തെ നമ്മൾ നോക്കുന്നതും അസസ് ചെയ്യുന്നതും നമ്മളൊരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ബേസിക് നേച്ചറിൽ ഇല്ലാത്തൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ശരിയാണ്, ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോദിജി ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിയോ നെഹ്റു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കമ്മ്യൂണിക്കേഷനാണ് അവരുടെ സ്ട്രെങ്ത്. പുള്ളി ബേസിക്കലി ഇത് ചെയ്യാത്തതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതല്ല പുള്ളി. അദ്ദേഹത്തിൻ്റെ ബേസിക് നേച്ചറിൽ അദ്ദേഹം ഒരു ഇൻട്രോവേർട്ടാണ്. ഹീ കീപ്സ് ടു ഹിംസെൽഫ്. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് നടന്ന് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം. ഒരു വായന, എഴുത്ത്, പിന്നെ എപ്പോഴും ചിന്ത അദ്ദേഹത്തിന് രാജ്യത്തിന് ഞാൻ എങ്ങനെ ഉപകാരപ്രദമാകും, അങ്ങനെയുള്ള കാര്യം. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നൊരു ബെഞ്ച് മാർക്കുണ്ട്. പബ്ലിക് ലീഡേഴ്സ്, ഇന്ത്യയിലെ പബ്ലിക് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോമാൻ ആയിരിക്കണം പബ്ലിക്കിൽ വന്നു കഴിഞ്ഞാൽ. ഒരു ഇതിലാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അങ്ങനല്ല, രീതി അങ്ങനല്ല. അപ്പോൾ അദ്ദേഹം എന്തിനു മാറ്റണം? വേറിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഇപ്പം ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. എനിക്ക് എൻ്റേതായ ഒരു നേച്ചറുണ്ട്, ജെയിംസിൻ്റെതായ നേച്ചറുണ്ട്. ഓരോ പബ്ലിക് ലീഡേഴ്സിനും ഓരോ നേച്ചറുണ്ട്. ചിലർ വാചാലത ഉള്ളവരായിരിക്കും, ചിലത് ഡൂവേഴ്സാണ്. ഇദ്ദേഹം ഒരു ഡൂവറായിരുന്നു. നമ്മൾ പബ്ലിക് ലീഡേഴ്സോ രാഷ്ട്രീയക്കാരോ നോക്കാതെ പോയൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ
ഇതിനു മുമ്പ് 7 പ്രധാനമന്ത്രിമാരുടെ കൂടി അഡ്വൈസറായിരുന്ന മനുഷ്യനാണ്. കഴമ്പില്ലാതെ, കപ്പാസിറ്റി ഇല്ലാതെ, കോമ്പറ്റൻസ് ഇല്ലാതെ എല്ലാവരും അദ്ദേഹത്തെ വിളിക്കില്ലല്ലോ. അല്ല, അതിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിലുള്ള ഒറ്റ കാര്യതേ ഉള്ളൂ, ഒരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോംഡ് ആവുമല്ലോ. അപ്പം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുക. ഏതാണ്ട് 140 കോടി ജനങ്ങളിപ്പോൾ ഉണ്ട്. അവരുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അവർ ആ പ്രധാനമന്ത്രിയിൽ നിന്ന് ചില കാര്യങ്ങൾ നേരിട്ടറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ തരത്തിൽ അദ്ദേഹം ഒരു ഡൂറായിരുന്നു, കാര്യങ്ങൾ ചെയ്തു. രാജ്യം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി എത്തിയപ്പോൾ അതിനെ രക്ഷിച്ചു, ഒരു രക്ഷകന്റെ റോളിലെത്തി. പക്ഷേ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വേണ്ടത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ പുള്ളിനെ കൂടുതലായിട്ട് ഇന്ത്യൻ ജനത മനസ്സിലാക്കിയേനെ. അദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞ് വേറെ ആൾക്കാരൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹം വലിയ മഹാനായ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് വിലയിരുത്താൻ തുടങ്ങിയത്. അതാ ഞാൻ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ലേ, നമ്മളുടെ കുറവാണ്. നമ്മൾ വെച്ചേക്കുന്ന ഒരു ബെഞ്ച് മാർക്കുണ്ട്. ആ ഇതിന് നമ്മൾ അളക്കുമ്പോഴാണ് ആ അളവ് പോലും അദ്ദേഹത്തിന് ബാധിക്കുന്നില്ല. അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവാകണം, ഒരു 10 ലക്ഷം പേരുടെ നടുക്കരുന്നുകൊണ്ട് ഞാൻ അവരുടെ നേതാവായി കാണണം, അങ്ങനെ ഒരു ആഗ്രഹിച്ചൊരു മനുഷ്യനല്ല. നമ്മളൊരു കാര്യം മറക്കരുതാത്തത്, അദ്ദേഹം ഒരു കൺവെൻഷൻ രീതിയിലൊരു പ്രധാനമന്ത്രി ആളായല്ല അദ്ദേഹം. ആ ഒരു സാഹചര്യം കൂടെ ഓർക്കണം നമ്മൾ. ഒരു UP, അതായത് കോൺഗ്രസ് ലെഡ് ഒരു കോയലീഷൻ ഒരു ഗവൺമെൻറ്റിലേക്ക് വരുമ്പോൾ സോണിയാഗാന്ധിക്ക് താല്പര്യമില്ല. എന്നാൽ പുള്ളിക്ക് ട്രസ്റ്റഡ് ഉള്ള ഒരാൾ വേണം. ട്രസ്റ്റ് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമുക്ക് അതിന് മുമ്പ് എന്തുകൊണ്ട് ഇപ്പോൾ 91 നരസിംഹറാവു ആകുമ്പോഴത്തേക്ക് വേറെ പലരുടെയും പേര് വന്നിരുന്നു. 2004 വരുമ്പോൾ തന്നെ പ്രണബ് മുഖർജി ഉണ്ട്. പ്രണബ് മുഖർജിയുടെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ആ സമയത്ത് തന്നെ പ്രണബ് മുഖർജിയുടെ പേര് വന്നിരുന്നു. പിന്നീട് പ്രണബ് മുഖർജി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളാണെന്നുള്ളത്. പിന്നീട് രാജീവ് ഗാന്ധി വന്നു. ഇപ്പോൾ രാജീവ് ഗാന്ധി വന്നതിന് ശേഷം പിന്നെ വരുന്നത് മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള പ്രണബ് മുഖർജി നിൽക്കുമ്പോൾ സോണിയാഗാന്ധി തിരഞ്ഞെടുക്കുന്നത് മൻമോഹൻ സിംഗിനെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അന്ന് വന്നൊരു വിമർശനം, സീസൺഡ് ആയിട്ടുള്ള വളരെ ക്ലെവർ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി പൊതുവെ സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലാത്ത, എന്നാൽ അല്ലെങ്കിൽ ഒരു ജനകീയ നേതാവല്ലാത്ത ഒരാളെ പിടിച്ചുകൊണ്ട് വന്നത് സോണിയാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി കുടുംബമൊക്കെ ദേവർ അഫ്രൈഡ് ഓഫ് ഈ പ്രണബ് മുഖർജിയെ പോലുള്ള നേതാക്കളോട് പേടിയായിരുന്നു എന്നൊരു ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ആ കാലത്ത്. ആകാം, അതേക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ആകാം, അതൊരു വലിയ കാര്യമായിരിക്കാം. ശരിയല്ലേ അത്? നമ്മൾ അവരുടെ സൈഡിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവർ രാഷ്ട്രീയത്തിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഒരു ഗവൺമെൻറ് വരുമ്പോൾ അവർക്ക് വേറൊരാളെ അവർക്ക് ട്രസ്റ്റഡ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, പൊളിറ്റിക്സിൽ ട്രസ്റ്റ് ഈസ് എ മേജർ ഫാക്ടർ. ഏത് സമയവും ആരെയും വലിച്ചു താഴെയിടുന്നൊരു ഫീൽഡാണല്ലോ. സ്വന്തം പുരോഗമനത്തിന് വേണ്ടിയിട്ട് ആരെയും വലിച്ച് താഴെയിട്ട് മുന്നോട്ട് പോകുന്നൊരു. അതുകൊണ്ട് തന്നെ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് ഒരു തരത്തിൽ ശരിയല്ലേ? ഞാൻ പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിന് കഴിവില്ല എന്നല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേറെ പലരും ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരിക്കെ വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് വരും. അത് അദ്ദേഹം തന്നെ പബ്ലിക് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഒരു അങ്ങനെ അന്ന് പ്രധാനമന്ത്രി അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുന്നൊരു കാര്യമല്ല. അതൊരു നാച്ചുറൽ കാര്യമാണ്. അതിൽ തെറ്റെന്താ ഉള്ളത്? നമ്മളുടെ ജീവിതത്തിലും അങ്ങനെയാണല്ലോ, ഓരോ കാര്യങ്ങൾ വരും, നമ്മൾ അതിലേക്ക് പോകും. പക്ഷേ ആ 10 വർഷം അവിടെ കസേര കയറി കഴിഞ്ഞ് 10 വർഷം അവിടെ ഇരുന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. ആക്സിഡൻ്റലായിട്ട് പലർക്കും പലതും വരാം. പക്ഷേ അന്ന് കാലത്തുണ്ടായിരുന്ന വേറൊരു പ്രചരണം എന്ന് പറയുന്നത്, അമേരിക്കയുമായിട്ട് ഇന്ത്യയെ കണക്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ വളരെ സാമ്പത്തിക തലത്തിലൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാൾ മൻമോഹൻ സിംഗ് ആണ്. അമേരിക്കയുടെ പോലും ഇൻ്റർവെൻഷൻ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലൊക്കെ ഒരു വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമ അദ്ദേഹത്തെ ശിഷ്യനെ തൻ്റെ ഗുരുവായിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കണ്ടിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിയിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് തന്നെ ഒബാമ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ട് കാര്യമാണ് പറയുന്നത്. രണ്ട് കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 91 മുതൽ, ഇപ്പോൾ മന്ത്രിയായ മുതൽ, രാഷ്ട്രീയത്തിൽ വന്ന കാര്യം മുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ലെറ്റസ് അസസ്. ഇപ്പോൾ 91 അദ്ദേഹം വരുമ്പോൾ എക്കണോമിക് റിഫോംസ്, ഇന്ത്യ സാമ്പത്തികമായി മാന്ദ്യമല്ല തകരാൻ പോവുകയാണ്. ആ സമയത്ത് ബ്രിട്ടനിൽ സ്വർണം കൊണ്ടുപോയി പണയം വെക്കാതെ രക്ഷപ്പെടില്ല എന്നൊരവസ്ഥയാണ്. അപ്പം പുതിയ ഫോർമുല കൊണ്ടുവരുന്ന ഒരാൾ വേണം. അദ്ദേഹം ഓൾറെഡി പ്രധാനമന്ത്രി ഓഫീസിൽ 7 പ്രധാനമന്ത്രിമാരോട് അഡ്വൈസ് ചെയ്തിട്ടിരിക്കുകയാണ്. ചന്ദ്രശേഖറുമായിട്ട് ഓൾറെഡി അദ്ദേഹം ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് അദ്ദേഹം തന്നെയാണ്. പിന്നെ എഗെയിൻ
നരസിംഹറാവുവിനും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ വിശ്വാസം എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് വേറെ എന്ത് ക്വാളിറ്റിയേക്കാളും വേണം. അപ്പോൾ ഇദ്ദേഹത്തിന് നോക്കുമ്പോഴത്തേക്ക് വിശ്വാസ്യതയുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. കഴിവുണ്ടോ? ഉണ്ട്. നോളജ്, അറിവുണ്ടോ? എക്കണോമിയെ പറ്റി ഇതേക്കുറിച്ച് അറിയാവുന്ന ഒരു 60s മുതൽ ഫോറിൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി മുതൽ ഇത്രയും പ്രധാനമന്ത്രിമാരെ അഡ്വൈസ് ചെയ്ത് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനായി അത്രയേറെ വാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്ന RBIയുടെ ഗവർണറായി അങ്ങനെ അത്രയും വാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്ന ഒരേ ഒരു മനുഷ്യനെന്ന് മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ലാഭേച്ഛയില്ലാത്ത ഒരു മനുഷ്യനാണ്, സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, അത്രയും അറിവുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നരസിംഹറാവു അദ്ദേഹത്തെ ആക്കുന്നത്. അപ്പോൾ നരസിംഹറാവു ആക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ തന്നെ എഴുത്തുകളിൽ നിന്നും പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അതും പ്രതീക്ഷിച്ചില്ല. പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PC അലക്സാണ്ടർ, ഡോക്ടർ PC അലക്സാണ്ടർ അദ്ദേഹം വിളിക്കുമ്പോൾ അദ്ദേഹം വിശ്വാസം നൽകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. ആൾ വന്നപ്പോഴാണ് അദ്ദേഹം തയ്യാറായി സ്വെയറിംഗ് ഇൻ സെറമണിക്ക് തന്നെ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം ആക്സിഡൻ്റലാണ്. ഇത് പ്രൈം മിനിസ്റ്റർഷിപ്പ് എന്നല്ല, രാഷ്ട്രീയം തന്നെ അദ്ദേഹത്തിന് ആക്സിഡൻ്റലാണ്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ഞാൻ 91-ൻ്റെ കാര്യം പറഞ്ഞു, 91-ൽ ഇന്ത്യ തകരാൻ പോവാണ്, സാമ്പത്തികമായിട്ട് തകർന്ന് അടിയാൻ പോകുന്ന സമയത്താണ് ഇദ്ദേഹം വരുന്നതും ഇദ്ദേഹത്തിൻ്റെ എക്കണോമിക് ലിബറലൈസേഷൻ ഫോർമുല കൊണ്ടുവരുന്നത്. എക്കണോമിക് ലിബറലൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കൂ. കേരളത്തിൽ മുതൽ ഇന്ത്യ ഒട്ടാകെ പലരും പറഞ്ഞത് ഇദ്ദേഹം ഈ എക്കണോമിക് ലിബറലൈസേഷൻ കൊണ്ടുവന്ന് ഇന്ത്യയെ വിറ്റുമുടിച്ച് അദ്ദേഹത്തിന് കാശുണ്ടാക്കാനാണ്. അദ്ദേഹത്തിൻ്റെ 91 കഴിഞ്ഞ് 35 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും ആസ്തി അദ്ദേഹം ഉണ്ടാക്കിയോ? എന്തെങ്കിലും ഒരു കറ അദ്ദേഹത്തിലുണ്ടോ? ഒന്നുമില്ല. അന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? ഇദ്ദേഹം വിറ്റ് കാശാക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രധാനമന്ത്രി ഓഫീസിൽ ഇരിക്കുമ്പോൾ 25 വർഷമായി 91 വന്നിട്ട് ആ റിഫോംസിൻ്റെ 25ാം വാർഷികം വന്നപ്പോൾ പല ബിസിനസ് പേപ്പറുകാരും എന്നെ അപ്രോച്ച് ചെയ്തു. ഞാൻ സ്പോക്സ് പേഴ്സൺ ആണല്ലോ, അപ്പോൾ അപ്രോച്ച് ചെയ്തു, സാർ നമുക്കിത് ചെയ്യണം, പ്രൈം മിനിസ്റ്റർ സംസാരിക്കും. ഞാൻ സംസാരിച്ചപ്പോൾ പ്രൈം മിനിസ്റ്ററും പറഞ്ഞത്, ഞാൻ പറഞ്ഞു സാർ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, 91 റിഫോംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹ്യൂജ് ക്യാപ്പ് ഫെദർ ഓൺ യുവർ ക്യാപ്പ്. അപ്പം നമുക്കതൊരു ക്യാപിറ്റലൈസ് ചെയ്യാമല്ലോ. സാറ് പറഞ്ഞ് ബിനോയ്, ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് എക്കണോമിക് റിഫോംസിനെ നമുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ നെഗറ്റീവ് ഇത് വരുന്നതൊക്കെ നമുക്ക് ഒന്ന് കൗണ്ടർ ചെയ്യാനായിട്ടുള്ളൊരു ഇതാണല്ലോ പറഞ്ഞു. ബിനോയ്, ഇതേക്കുറിച്ച് വറി ചെയ്യേണ്ട. ഇത് 91-ൽ ഞാൻ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരുമ്പോൾ ഇതേ പത്രങ്ങൾ എന്നെപ്പറ്റി എഴുതിയതും എഡിറ്റോറിയൽ എഴുതിയതും ഞാനിത് വിറ്റു തുളയ്ക്കാൻ പോകണമെന്നാണ്. ഇത് എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ട്. ഇതിന് അമേരിക്കയുടെ പ്രഷറുണ്ടെന്നും അവിടുന്ന് പ്രഷറുണ്ടെന്നും പല കാര്യങ്ങളും ഇവർ എഴുതിയവരാണ്. ഇവരെന്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇവർ ഇന്ന് എഴുതിയാൽ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യണം അവർക്ക്. കാരണം അവർ 25 വർഷം കൊണ്ട് അവർ കണ്ടു അതിൻ്റെ എന്തുമാത്രം ബെനിഫിറ്റ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ടായി, സാധാരണ മനുഷ്യരുടെ ബെനിഫിറ്റ് ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്നോട് അതേക്കുറിച്ച് ബിനോയ് വറി ചെയ്യേണ്ട. യു ആർ എ സ്പോക്സ് പേഴ്സൺ, സോ ഇറ്റ്സ് യുവർ ഇൻട്രസ്റ്റ് ടു പ്രൊട്ടക്ട് ആൻഡ് ഗാർഡ് മൈ ഇമേജ്. ഡോണ്ട് വറി. ചരിത്രം വേറൊരു കഥ എഴുതും ബിനോയ്. എന്നെപ്പറ്റി വേറൊരു കഥ, ഞാൻ ചെയ്ത റിഫോംസിനെ പറ്റി വേറൊരു കഥ. ഇതെല്ലാം വരുന്നത് എല്ലാം നിങ്ങളൊരു പോസിറ്റീവ് കാണും. ഞാനുണ്ടാവില്ല, പക്ഷേ ചരിത്രം നിങ്ങൾ വായിക്കും. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മെ കടന്നു പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ച ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക്ക് ഒബാമ എല്ലാ കാലത്തും മൻമോഹൻ സിംഗിനെ കുറിച്ച് വലിയ ഹൈ ടേംസിലാണ് സംസാരിച്ചിരുന്നത്. അതെ, ഇത് രണ്ട് കാര്യമാണ്. നിങ്ങൾ 91-ൽ ഞാൻ പറഞ്ഞില്ല, 91-ൽ ആൾക്കാർ അസസ് ചെയ്തത് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഇന്ന് കാണാമല്ലോ. 35 വർഷം കഴിഞ്ഞു, 35ാമത് വർഷമാണ്. അപ്പോൾ എന്ത് ഉണ്ടായെന്നുള്ളത്, അദ്ദേഹത്തിന് എന്ത് ബെനിഫിറ്റ് എന്ത് ചെയ്തു, എക്കോണമി എന്ത് വളർന്നു. ഇതൊരു ചാനൽ അന്ന് ഒരു ദൂരദർശൻ മാത്രമുള്ളത് നമുക്ക് 1000 ന്യൂസ് ചാനലുകളിലാണ്. അതേപോലെ എല്ലാ ഇൻഡസ്ട്രിയും വളർന്നു, ജോലികൾ വളർന്നു, ആൾക്കാർക്ക് ബേസിക് വേതനം കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് കോടികൾ സാലറി മേടിക്കുന്ന എത്ര പേരുണ്ട്? ബിസിനസ്സുകാർ മാത്രമല്ല. അങ്ങനെ ആ സമ്പത്ത് വ്യവസ്ഥ വളർന്നപ്പോൾ പല സെക്ടേഴ്സ് വളർന്നു, എൻജിനീയറിംഗ് കോളേജുകൾ വളർന്നു. അതുകൊണ്ട് നമ്മുടെ എൻജിനീയേഴ്സ് ലോകത്ത് 100 ടോപ്പ് കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സിഇഒയും ടോപ്പ് സൂട്ട് ലെവലിൽ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ഇന്ത്യൻസാണ്. മലയാളികൾ എത്ര പേരുണ്ട്? അപ്പോൾ അങ്ങനെ അത് വളർച്ച വന്നു, അല്ല നെഗറ്റീവല്ല. ഇതേപോലെ ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം മിണ്ടുന്നില്ല, പറയുന്നില്ല.
നിങ്ങൾ നോക്കൂ, ഞാൻ ഓർഗനൈസ് ചെയ്തതാണ്. എല്ലാ വർഷവും ഒരു പ്രസ് കോൺഫറൻസ്, എല്ലാ വർഷവും. അത് വിജ്ഞാൻ ഭവൻ പോലുള്ള ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിലാണ്. ലാസ്റ്റ് പ്രസ് കോൺഫറൻസിൽ 850 പരം പത്രക്കാരാണ് നിന്ന് ഫേസ് ചെയ്യുന്നത് അദ്ദേഹം. ഇത് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കും, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രസമ്മേളനങ്ങളൊന്നും നടത്തുന്നില്ല എന്നുള്ള വലിയ പരാതിയുണ്ട്. എങ്ങനെയാണ് താങ്കൾ, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിൻ്റെ ഒരു വക്താവും അവിടുത്തെ ഡയറക്ടറുമായിരുന്ന ആളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇത് സ്ട്രാറ്റജിക്കായിട്ട് ചെയ്യുന്നതാണ്. മോദിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു വൺ ഓഫ് ദ സ്മാർട്ടസ്റ്റ് പൊളിറ്റിക്കൽ ലീഡറാണ്. ഞാനവിടെ ട്രാൻസിഷൻ സമയത്ത് ഞാനുണ്ട് അവിടെ. അപ്പം ഫസ്റ്റ് ഡേ അദ്ദേഹം വരുന്ന ദിവസം തന്നെ തലേദിവസം പ്ലാനിങ് ഉണ്ട് അവിടെ. അപ്പോൾ ഞാനാണ് അവിടുത്തെ അന്ന് ഡയറക്ടർ ഇൻചാർജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ടീം വന്നപ്പോൾ ഞാൻ ചോദിച്ചത്, എങ്ങനെ വേണം സാറിന്, ലൈവ് ടെലികാസ്റ്റ് വേണോ, പോസിബിൾ ആണോ? പറഞ്ഞ് ഇവിടെ മൻമോഹൻ സിംഗ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. എല്ലാം ഞാനൊരു ഡിജിറ്റൽ സെൻറ്റർ അവിടെ തുടങ്ങിയിരുന്നു, ഡിജിറ്റൽ മീഡിയ സെൻറ്റർ. ഈ ലൈവ് വ്യൂ എന്നുള്ള സാധനം നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് യൂസ് ചെയ്തത് ഞാൻ അവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ അവിടെ ഇറങ്ങുമ്പോൾ മുതൽ ഞാൻ ലൈവ് ഞാൻ ചെയ്യാം. പ്രൈം മിനിസ്റ്റർ ചോദിച്ചിട്ട് പറയാം, അതായത് ചോദിച്ചു, സംസാരിച്ചു. മോദിജി വാസ് ഇൻട്രസ്റ്റഡ്, അങ്ങനെ പോസിബിൾ ഉണ്ടെങ്കിൽ ചെയ്യണം. അപ്പോൾ അദ്ദേഹം അവിടെ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ മുതൽ അദ്ദേഹം ഓഫീസിൽ വന്നിരുന്ന് ആദ്യത്തെ പേപ്പർ സൈൻ ചെയ്യുന്നത് വരെ ഞങ്ങൾ മുഴുവൻ ലൈവ് കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയ കമ്മ്യൂണിക്കേഷൻ ഇന്നൊവേഷനെ അക്സെപ്റ്റ് ചെയ്യുന്ന, അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഓരോ ലീഡർഷിപ്പ് സ്റ്റൈലാണ്, മനസ്സിലായോ? അത് ഡോക്ടർ സിംഗ് വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഇപ്പം മോദിജിക്ക് ഇന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇമേജ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രേറ്റ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുള്ളൂ. മൻമോഹൻ സിംഗ് അതേക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗ് തമ്മിലുള്ള ഒരു റിലേഷനാണ്. അത് ഞങ്ങൾക്ക് പോലും ഇൻവോൾവ് അല്ല, അത് അവർ തമ്മിലാണ്. അത് വളരെ പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യമാണ്. സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന സമയത്ത് സോണിയാഗാന്ധി മാറി നിൽക്കുകയും ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി, ദ മോസ്റ്റ് പവർഫുൾ മാൻ, അപ്പുറത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ശക്തിയായിട്ടുള്ള സോണിയാഗാന്ധി. ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അവർ തമ്മിലുള്ള ആശയവിനിമയം, അവർ പലപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്ത് നേരിൽ കണ്ട ആളാണ് താങ്കൾ. എങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധത്തെ താങ്കൾ വിലയിരുത്തുന്നത്? എനിക്കൊന്നും എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു മോസ്റ്റ് ഡിഗ്നിഫൈഡ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല ഇവർ തമ്മിലുള്ളത്. അത് പ്രധാനമന്ത്രി ഓഫീസിൽ ഇരിക്കുമ്പോഴും അത് കഴിഞ്ഞു. ഈ മാസം വരെ സോണിയാഗാന്ധി എല്ലാ മാസവും ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടർ സിംഗിനെ പോയി വിസിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങോട്ട് പോയി കാണും എല്ലാ മാസവും. എന്തെങ്കിലും ഡോക്ടർ മൻമോഹൻ സിംഗ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി സോണിയാഗാന്ധി സമ്മതിക്കില്ല. അതാ പറഞ്ഞു, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതാണ്, അത് പറഞ്ഞോളൂ, പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ. അത് സോണിയാഗാന്ധി ഒരിക്കലും സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് അതവരുടെ ഒരു ഡിഗ്നിഫൈഡ് ബിഹേവിയർ, അങ്ങനെയാണ് അവരുടെ. അങ്ങോട്ട് പോയി കാണുക എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരി എന്ന് പ്രധാനമന്ത്രി ആയോ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരും സമ്മതിക്കില്ല. ഒരു കാര്യം, ഞാൻ അങ്ങോട്ട് വരും, അപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ വരരുത്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് സൈഡിൽ നിൽക്കുകയുള്ളൂ സോണിയാഗാന്ധി. ഒരിക്കലും അത് കോൺഗ്രസ് പ്രവർത്തകർ പലതും ചെയ്തിട്ടുണ്ടാകാം, പല ചിന്തയും പറയുക, അത് അവർക്കറിയില്ല. ഇത്രയും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള റിലേഷൻ, ഫ്രണ്ട്ഷിപ്പ് ഞാൻ വേറെല്ലാം കണ്ടിട്ടില്ല. മൻമോഹൻ സിംഗ് ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ സോണിയാഗാന്ധിയും, സോണിയാഗാന്ധി ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ മൻമോഹൻ സിംഗ്. അങ്ങനെയായിരുന്നു അവരുടെ. അത് മരണം വരെ ഒരു മനുഷ്യന് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ സ്ട്രെങ്ത്. അത് എങ്ങനെ ഡോക്ടർ മൻമോഹൻ സിംഗ്, പ്രത്യേകിച്ച് മിതഭാഷിയായ ഒരാൾ, പ്രണബ് മുഖർജിയെ പോലെ അതുപോലെയുള്ള ഒരുപാട് കോൺഗ്രസിലെ സ്റ്റാർ വാട്സ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നു. പിന്നെ ഗാന്ധി കുടുംബം വേറെ, ഇപ്പോൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക അടക്കമുള്ള. അപ്പോൾ ഇത്രയും സ്റ്റാർ വാട്സിനിടയിൽ ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറച്ച് കാണുകയല്ല, അദ്ദേഹം ഒരു സീസണൽ പൊളിറ്റീഷ്യൻ അല്ല, പക്ഷെ ഇത്രയും സീസണൽ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ സ്റ്റാർ വാട്സിന് നടുവിൽ എങ്ങനെ ഈ 2 ടേം അദ്ദേഹം ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളത് അതൊരു വലിയ സംഭവമല്ലേ? അത് എങ്ങനെയാണ് അത് സാധിച്ചത്? അതേ പറഞ്ഞ ഒരു ഫാസിനേറ്റിംഗ് ക്യാരക്ടറാണ് അദ്ദേഹം. മോസ്റ്റ് സെൽഫ്ലെസ് മാൻ വിത്ത് ബ്രില്യൻ്റ് ഐഡിയാസ് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. ആൻഡ് ഹി ഹാസ് നോ, നിങ്ങൾ ഈ പറഞ്ഞ പവർഫുൾ പൊസിഷൻ 3 പ്രാവശ്യം ജെയിംസ് പറഞ്ഞു. ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പവർഫുൾ പൊസിഷൻ. ആ പൊസിഷൻ എന്ന് പറഞ്ഞത് മറ്റുള്ളവർ മുന്നിലാണത്. അദ്ദേഹം ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡു സംതിങ് ഫോർ ഇന്ത്യ.
അതിനാ ഒരു വിഷൻ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നെഹ്റു കഴിഞ്ഞിട്ട് എത്ര പ്രധാനമന്ത്രിമാർക്ക് ഇത്രയൊക്കെ ഒരു 360 ഡിഗ്രി വിഷൻ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഒരു എക്കണോമിക് റിഫോംസ് മാത്രമല്ല, അത് നോക്കൂ, 91 എക്കണോമിക് റിഫോംസ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി കാലത്ത് നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിന് വേണ്ടി നമ്മൾ ചെയ്ത് നോക്കൂ, കേരളത്തിൽ എല്ലാ തെക്ക് മുതൽ വടക്ക് വരെ എല്ലാ ഡിസ്ട്രിക്റ്റിനും ഇവിടെ എത്ര ലീഡേഴ്സിനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 89 പ്രോജക്റ്റ്. എൻ്റെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു, ഞാൻ ഇറങ്ങുമ്പോൾ ഞാനത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഡോക്ടർ ഷർമിള മേരി ജോസഫ് എന്ന് പറഞ്ഞൊരു മലയാളി IAS ഓഫീസറാണ്. ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റ് ഞാൻ മാർക്ക് ചെയ്തു. ഞങ്ങൾ എല്ലാ 2 മാസം കൂടുമ്പോഴും ഞാനും TK നായർ സാറും വേറൊരു മരിച്ചുപോയ ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞു, ഞങ്ങൾ 3 പേരുടെ ഇരിക്കുമായിരിക്കും. എല്ലാ 2 മാസം കൂടുമ്പോഴും ആദ്യത്തെ വെള്ളിയാഴ്ച സാറിൻ്റെ മുറിയിൽ ഇരിക്കും. അപ്പോൾ ഫോർമുല നമ്മൾ ചെയ്യണം. അപ്രൂവൽ നായർ സാറിൻ്റെ ആണ്, എന്നാൽ പ്രൈം മിനിസ്റ്റർ അടുത്ത് പോകും. നിങ്ങളൊന്ന് തിരിച്ചൊന്ന് അസസ് ചെയ്തു നോക്കുക. ഒരു സ്റ്റഡി നിങ്ങൾ നടത്തി നോക്കൂ. ആ സമയത്ത് ഈ ഡോക്ടർ സിംഗിൻ്റെ പീരീഡിൽ കേരളത്തിന് എത്രയേറെ പ്രൊജക്റ്റ് കിട്ടി. തിരുവനന്തപുരത്തിന് മോർ ദാൻ 11 പ്രൊജക്ട്സ്. അതേപോലെ കൊല്ലം മുതൽ എല്ലാ ജില്ലയ്ക്കും ഓരോ പ്രൊജക്ട്സാണ്. കുട്ടനാട് പാക്കേജ് മുതൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ 13-14 പ്രൊജക്ട്സാണ്. LNG ടെർമിനൽ അങ്ങനെ ഇതേപോലെ കേരളത്തിന് കുറേ പ്രോജക്റ്റ് കൊടുത്തു എന്ന് നോർത്ത് ഇന്ത്യയിൽ ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ചുറ്റിപ്പറ്റി ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. TK നായർ സാറിനെ പോലെ താങ്കളടക്കം ഒരുപാട് മലയാളികൾ. സത്യമാണ്. അത് എന്തായിരുന്നു അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഈ മലയാളികളോട് ഒരു പ്രത്യേകത, ഒരു ട്രസ്റ്റ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ട്രസ്റ്റിൻ്റെ എലമെൻ്റ് ആണോ? വാട്ട് വാസ് ബിഹൈൻഡ് ഇറ്റ്? എന്താണ് അതിൻ്റെ പിറകിലുള്ളത്? നമ്മൾ മലയാളികൾ ജനറലി ഒരു ഹാർഡ് വർക്കിംഗ് ആൾക്കാരാണ്. ജനറലി മലയാളികൾ സ്ട്രേറ്റ് ഫോർവേഡാണ്. പിന്നെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മുടെ ബിഹേവിയറൊക്കെ നമ്മളൊരു ബേസിക്കലി നമ്മളൊരു സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്, നമ്മുടെ ബേസിക് നമ്മുടെ ലളിത ജീവിതവും നമ്മുടെ ഹൈ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ. അത് നമ്മുടെ ജനറൽ സംസ്കാരം. ഞാൻ ജെയിംസ് എന്നുള്ളതല്ല, നമ്മൾ ജനറലി നമ്മുടെ സംസ്കാരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പിന്നെ ആ ഒരു കസേര ഇരിക്കുമ്പോഴൊക്കെ എന്താ പറയുക, ഒരു ഓണസ്റ്റി, ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എന്നെ തന്നെ അവിടെ എടുക്കുന്നതിന് മുമ്പ് 4 വർഷം എന്നെ ടെസ്റ്റ് ചെയ്ത് നായർ സാറിൻ്റെ കൂടെ 4 വർഷം ഞാൻ പുറത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ മോണിറ്റർ ചെയ്തു. എനിക്കറിയില്ലായിരുന്നു നടക്കേണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഇൻറ്റഗ്രിറ്റി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നെ അവിടേക്ക് വിളിക്കുന്നത് തന്നെ. അത്രയേറെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്കാരും മനസ്സിലായില്ല അതേക്കുറിച്ചൊന്നും. പക്ഷെ അങ്ങനെ മലയാളികളെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. അദ്ദേഹത്തിന് മാത്രമല്ല, ഇപ്പം നിങ്ങൾ നോർത്ത് ഇന്ത്യ വന്ന് നോക്കൂ, ഡൽഹി വന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ അടുത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡ് എയ്ഡ്സ് എല്ലാം മലയാളികളാണ്. ഏത് ഓഫീസ് ചെന്ന് നോക്കിയോ സീനിയർ ഓഫീസേഴ്സിന് അവർക്ക് ട്രസ്റ്റഡ് ആൾക്കാർ. പിന്നെ ഒന്നാമത് നമ്മൾ ഹാർഡ് വർക്കിംഗ് ആൾക്കാരാണ്. ജനറലി മലയാളികൾ നമ്മളൊരു ഹാർഡ് വർക്കിംഗ് വരിക്കും. ചിലപ്പോൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കേരളത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പ്രധാനമന്ത്രി പോസ്റ്റ് പവർഫുൾ ഇതാണെന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ എനിക്കതിനൊരു അനുഭവമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു പക്ഷേ പ്രധാനമന്ത്രി പദത്തിൽ 2-3 തവണ ആഗ്രഹിച്ച ആൾ പ്രണബ് മുഖർജി, അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കുന്നു. ആ സമയത്ത് രാഷ്ട്രപതി ഭവനിൽ പോയി അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഹൗ ഡു യു എൻജോയ് ദ പ്രസിഡൻഷിപ്പ്? അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, പൊളിറ്റിക്സ് ഈസ് പവർ. പൊളിറ്റിക്സ് ഈസ് പവർ. 2-3 തവണ റിപ്പീറ്റ് ചെയ്തു. രാഷ്ട്രീയം അധികാരമാണ്. എന്നുവെച്ചാൽ ഞാനിരിക്കുന്ന പോസ്റ്റ് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലോ പ്രസിഡന്റ് പദവി വലിയ അധികാരമില്ല എന്നുള്ളത് പറയാം. എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്ന പ്രസിഡന്റ് പദവി ഒരു പൊളിറ്റിക്കൽ പോസ്റ്റല്ല, അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അതിൽ വലിയ അധികാരമില്ല. അതുകൊണ്ട് ഹൗ ഡു യു എൻജോയ് എന്ന് ചോദിച്ചാൽ ഞാൻ എൻജോയ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ പൊളിറ്റിക്സ് ഈസ് പവർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം വിട്ട് പ്രസിഡന്റ് ആയതിൽ വലിയ ഇതുണ്ടായിരുന്നു. ഹി വാണ്ടഡ് ടു ബി ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന പോസ്റ്റ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മോസ്റ്റ് പവർഫുൾ പോസ്റ്റ്. ചിലപ്പോൾ മൻമോഹൻ സിംഗിനെ സോണിയാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിനോട് പവറിനോടൊരു താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് അത് ഉപകാരം ചെയ്യൂലേ. അധികാരത്തോടുള്ള ആസക്തി ഇല്ലാത്തവരെ തേടി വരും. പലപ്പോഴും നമുക്ക് പണ്ടേ ഉണ്ടല്ലോ, എന്തെങ്കിലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എടുക്കേണ്ടി വന്ന ഗുൽസാരിലാൽ നന്ദയായിരുന്നു. കാരണം അദ്ദേഹത്തിന് വേറെ താല്പര്യങ്ങളില്ലായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി ആരെ നോക്കൂ, ജീസസ് ക്രൈസ്റ്റ് മുതൽ അവരുടെ അനുയായികളെ തിരഞ്ഞെടുക്കുമ്പോൾ എടുക്കുന്നതൊക്കെ ഏറ്റവും കഴിവില്ലെന്ന് തോന്നുന്നവരായിരിക്കും. അവരുടെ ഏറ്റവും വലിയൊരു ഫാക്ടറി ട്രസ്റ്റ് ആണ്. അപ്പം ഒരു ലീഡർഷിപ്പ് ഉണ്ട്. ഐ എം എ സ്റ്റുഡന്റ് ഓഫ് ലീഡർഷിപ്പ്. താങ്കളെ ലീഡർഷിപ്പിൽ, വേൾഡ് ലീഡർഷിപ്പിൽ ഒരുപാട് ഡിഗ്രീസ് എടുത്ത, ഒരുപാട് പ്രമുഖ യൂണിവേഴ്സിറ്റികൾ പഠിച്ച ആളാണ്.
മൻമോഹൻ സിംഗ് എന്ന ഒരു ലീഡറെ താങ്കൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത് ആസ് എ ലീഡർ? ഐ തിങ്ക് ഹീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് ലീഡർ. പക്ഷേ ഒരു എഫക്റ്റീവ്നെസ് എന്ന് നോക്കിയാൽ ലീഡർഷിപ്പിൽ ഫാസിനേറ്റിംഗ് റിസൾട്ട്സ് അല്ലേ ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇപ്പോൾ 25 വർഷം കൊണ്ട് എക്കണോമിക് റിഫോംസ് നമ്മുടെ ബാങ്ക്രപ്റ്റ് ആകാൻ പോയൊരു രാജ്യത്തെ ഇന്നിപ്പോൾ ഗ്ലോബൽ ഹൈ ടേബിൾ ഇന്ത്യ ഹാസ് എ പ്ലേസ്. അത് നിങ്ങൾക്ക് ഇന്നിപ്പോൾ സംശയമൊന്നുമില്ല. ഒരു പക്ഷേ വീണ്ടും നരേന്ദ്രമോദിയിലേക്ക് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചോട്ടെ, നരേന്ദ്രമോദി നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ ഇത് ദോഷം ചെയ്യുമെന്നും ഇത്ര ശതമാനം ഇന്ത്യ പുറകോട്ട് പോകുമെന്നും പറഞ്ഞ ആൾ, ആദ്യം പറഞ്ഞ ആൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണല്ലോ. സോ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇത്രയും ഒരു 50 വർഷത്തോളം അത് മോദിജി പറഞ്ഞ പോലെ 50 വർഷത്തോളം ഈ എക്കോണമിയിൽ കിടന്ന് കളിച്ചു വളർന്നൊരു മനുഷ്യനാണ്. RBI ഗവർണറായാലും പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആയാലും ഏത് പ്രധാനമന്ത്രിയുടെ അഡ്വൈസർ ആയാലും ഈ എക്കോണമിയുടെ പൾസ് അറിയാവുന്ന ഒരേ ഒരു മനുഷ്യൻ അദ്ദേഹമാണ്. 50 വർഷത്തോളത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം നമുക്കൊക്കെ അറിയാവുന്ന പോലെ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടൊരു നേതാവിനും, പക്ഷെ അദ്ദേഹത്തിൻ്റെ കീഴിലിരുന്ന ചിലരെങ്കിലും അഴിമതി ആരോപണത്തിൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2G സ്പെക്ട്രമൊക്കെ പോലെ വന്ന സംഭവങ്ങൾ. ഇപ്പോൾ എന്തൊക്കെ ഇത് പറഞ്ഞാലും താഴെയുള്ളവർ അഴിമതി കാണിച്ചാലും ഫൈനലി ഇറ്റ് ലീഡ്സ് ടു പ്രൈം മിനിസ്റ്ററുടെ തലത്തിലേക്ക് അത് കൗണ്ട് ചെയ്യപ്പെടില്ലേ? കാരണം ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് വന്നൊരു ആക്ഷേപതാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ അഴിമതി കാണിക്കുന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ആരോപണം അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത്. അതല്ലേ പറഞ്ഞു, ഇതിപ്പോൾ എങ്ങനെ നമ്മൾ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. പബ്ലിക് ലൈഫിൽ കറപ്ഷൻ എന്ന് പറഞ്ഞത് ഒരു ഫാക്റ്റാണ്. നമ്മളത് അഡ്മിറ്റ് ചെയ്തോ ഇല്ലെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ കൺട്രോൾ, ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യുന്നതിൽ ഒരിക്കലും ഇത് കറപ്ഷൻ എടുക്കാനായിട്ട് ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഒരിക്കലും. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യം കയറുമ്പം തന്നെ എന്നോട് പറഞ്ഞ സംസാരത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈവൻ നായർ സാറോട് ചോദിച്ചു, ഞങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹമാണെങ്കിലും ഞങ്ങൾക്ക് തരുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ എന്നോട് നായർ സാർ പോലും പറഞ്ഞിട്ടില്ല. എപ്പോഴും ഇപ്പോൾ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ളൊരു ഓഫീസായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഞങ്ങൾക്കെപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ടു ദ എക്സ്റ്റെൻറ്റ് ഒരു ഗാന്ധിയുടെ താലിസ്മാൻ അവിടെ പുറകിലുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ചൂട്ടിയിട്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്, നായർ സാർ പറഞ്ഞത്, വെൻ യു ആർ ഇൻ ഡൗട്ട് തിങ്ക് അബൌട്ട് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഡയറക്ഷൻ. പബ്ലിസിറ്റിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർ പ്രൈം മിനിസ്റ്റർ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പബ്ലിസിറ്റി. ഹീ വോണ്ട്സ് ടു ഡു ഗുഡ്. ഇപ്പോൾ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ നമ്മുടെ ഒരു ഘട്ടത്തിൽ ഓർക്കുന്നുണ്ട്, കുറേ റിഫോംസൊക്കെ വന്ന് റെയിൽവേ മിനിസ്ട്രി വളരെ പോപ്പുലറായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഏതോ യാത്രയിൽ ഫ്ലൈറ്റിലാണ് ഞാൻ പറയുന്നത്, സാർ നമുക്ക് ഇതൊന്ന് നമുക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ ഇതിൽ നോ ക്രെഡിറ്റ് ടു മീ ഫോർ എനി മിനിസ്ട്രീസ് വർക്ക്. പ്ലീസ് ഡയറക്റ്റ് ഓൾ ദ ക്രെഡിറ്റ് ഓഫ് ദ മിനിസ്ട്രി ടു ദ പർട്ടിക്കുലർ മിനിസ്റ്റർ ആൻഡ് ദ മിനിസ്ട്രി. വി ഷുഡ് നോട്ട് ടേക്ക് ക്രെഡിറ്റ്. ഐ ഡോണ്ട് വാണ്ട് എനി ക്രെഡിറ്റ് ഫോർ മീ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പോയിട്ടില്ല. അത് പത്രപ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും സമൂഹമാണെങ്കിലും. അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞൊരു കാര്യം ചെയ്യണത് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് പ്രൈം മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അധികം സംസാരിക്കില്ല, അദ്ദേഹം ഒന്നും ഇതിനെക്കുറിച്ച് ചെയ്യില്ല. അത് ഒരു തരത്തിലൊരു നേതാവ് എന്ന നിലയിൽ അത് താങ്കൾ ഡോക്ടർ ബിനോയ് പഠിച്ചിരിക്കുന്നതും ലീഡർഷിപ്പിനെ കുറിച്ചാണ്. മറ്റു കാര്യങ്ങളിൽ ഹി വാസ് എൻ ആക്ഷൻ ഓറിയൻറ്റഡ്, എന്താ പറയുക, ആക്ഷൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. പക്ഷേ കുറച്ചുകൂടി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഈ അബദ്ധധാരണകൾ മാറ്റാമായിരുന്നില്ലേ? എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളല്ലേ, ഓരോരുത്തർക്ക് ഓരോ സ്ട്രെങ്ത് ഉണ്ട്, കോർ കോമ്പറ്റൻസ് ഉണ്ട്, ഓരോരുത്തരുടെ നേച്ചറുണ്ട്. ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്, താല്പര്യം ഉണ്ടാവും, അദ്ദേഹത്തിന് താല്പര്യമില്ല. ചിലപ്പോൾ അദ്ദേഹം ഓവർ കമ്മ്യൂണിക്കേറ്റ് മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം 10 വർഷം അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർ കസേരയിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പവറിനോട്, താങ്കൾ പറഞ്ഞ പവറിനോട്, ആ കസേരയോട് അമിതാവേശം കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ചാൻസ് കിട്ടില്ല. അപ്പം നരസിംഹറാവു ഇരുന്നപ്പോൾ കുറച്ച് കോൺഗ്രസിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയല്ലോ. അല്ല, നരസിംഹറാവിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്, ഇൻഡിസിഷൻ ഈസ് ദ ബെസ്റ്റ് ഡിസിഷൻ എന്നാണ്. തീരുമാനം എടുക്കാതിരിക്കുക. ഇപ്പോൾ ബാബറി മസ്ജിദ് സംഭവം ഉണ്ടായി, അതുപോലെ ഒരുപാട് സംഭവം ഉണ്ടായപ്പോൾ അതും ഇരിക്കുക. ഹി വിൽ നോട്ട് സോൾവ് ദ പ്രോബ്ലം. അത് അതോടുകൂടി തീർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു പുള്ളി. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, നോട്ട് ടേക്കിംഗ് എ ഡിസിഷൻ ഈസ് ഓൾസോ എ ഡിസിഷൻ. അങ്ങനെയാണ്.
അതിനെ പ്രതിപക്ഷം ആരോപിച്ചിരുന്ന ഇൻഡിസിഷൻ വാസ് ഹിസ് ബെസ്റ്റ് ഡിസിഷൻ. അതാ പറഞ്ഞത്. അത് നമ്മൾ കൂടെയുള്ള പാർട്ടി ലീഡേഴ്സൊന്നും പാർട്ടി സ്ട്രക്ചറും ഒക്കെ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്ട്രെങ്ത് അല്ലല്ലോ. വേറെ ഇപ്പം മോദിജിയുടെ BJPയുടെ ഒക്കെ അവരുടെ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അവരുടെ ആ ഒരു ദ വേ ഇറ്റ് വർക്ക്സ്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെക്നോളജി ഇത്രയേറെ യൂസ് ചെയ്യുന്ന, നിങ്ങൾ നോക്കൂ മോദിജിയുടെ അദ്ദേഹം ഒരു 60കളിലും 70കളിലൊക്കെ തുടങ്ങിയ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് ഏറ്റവും പുതിയ ടെക്നോളജിയിൽ, ഇപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ ഇപ്പോൾ ഡിജിറ്റൽ ടെക്നോളജിയിൽ അഡാപ്റ്റ് ചെയ്തിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ അഡാപ്റ്റിംഗ് ടു എ ന്യൂ വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ പബ്ലിക് ലീഡർ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, കൺവെൻഷനൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലല്ലോ മൻമോഹൻ സിംഗ്. ഇപ്പം നമ്മുടെ ചിന്തയാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് അദ്ദേഹം എല്ലാ ദിവസവും പ്രസംഗിച്ച് നടക്കണം കാണിച്ചാൽ. അദ്ദേഹത്തിന് അറിയാം, നിങ്ങൾ ഒരു തീരുമാനത്തിൽ എത്രയേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് അതേക്കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ നമ്മുടെ ഇപ്പോൾ ISROയുടെ പല മീറ്റിങ്ങുകളിലും നമ്മൾ തന്നെ ഇറ്റ് വാസ് ഫാസിനേറ്റിംഗ് ടു സീ സച്ച് ഇൻഡെപ്ത് നോളജാണ് സ്പേസ് ടെക്നോളജിയെ പറ്റിയൊക്കെ. ഇന്നിപ്പോൾ ഇന്ത്യയുടെ സ്പേസിൻ്റെ ടെക്നോളജി ഇന്നിപ്പോൾ നമ്മൾ വളരെയാണ്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ISRO ചെയർമാൻ തന്നെ പറഞ്ഞത് ₹1 ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 3 രൂപയോളം നമ്മൾ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തോ ഇതിൻ്റെയൊക്കെ ഒരു കുറേ വർക്ക് നടന്നിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗ് ഫൈനാൻസ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ സ്പേസ് എന്നൊക്കെ പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ മിനിസ്ട്രീസാണ്. അപ്പോൾ അതിൻ്റെ ഫയൽ എല്ലായിടത്തും പോകില്ല. ഇറ്റ് ഗോസ് ടു ഫൈനാൻസ് മിനിസ്ട്രി ആൻഡ് ഓൺലി ടു PMO. അപ്പോൾ ഫൈനാൻസ് സെക്രട്ടറി അതേ ഇരിക്കുമ്പോൾ, ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ശരിക്കും ഇതേക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു. അങ്ങനെയാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇത്രയേറെ ഇനിഷ്യേറ്റീവ്സ് വരുന്നത്. അതേ പറഞ്ഞു, ഇത് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ പോയതൊരു കാര്യം ഇതാണ്. അദ്ദേഹം ചെയ്ത ആ ഒരു വിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ന്യൂക്ലിയർ ഡീൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും പറയുന്നതാണ് ഈ സ്മോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. അപ്പോൾ ഇത് അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഒപ്പോസ് ചെയ്തു. ഈ ന്യൂക്ലിയർ ഡീലിനെ കുറിച്ച് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരുപക്ഷെ ഈ മന്ത്രിസഭ താഴെ പോകുന്നുള്ളൊരു തോന്നിച്ചൊരു അവസ്ഥയാണ്. അമേരിക്കയോട് ചേർന്ന് ആണവ കരാറിലേക്ക് പോകുന്ന സമയത്ത് ഇത് പിന്തുണച്ചിരുന്ന CPM അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾ പിന്തുണ പിൻവലിക്കുന്നു. ഒരുപക്ഷെ മന്ത്രിസഭ താഴെ വീഴാം. ആ സമയത്ത് താങ്കൾ ഇതൊക്കെ കണ്ട ആളാണ്. എങ്ങനെയാണ് ആ സമയത്ത് മൻമോഹൻ സിംഗ് എങ്ങനെയാണ് കാര്യങ്ങൾ കണ്ടതെന്നാണ്? അവിടെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ്, നിങ്ങൾ ചോദിച്ച ലീഡർഷിപ്പിന് നമുക്ക് കാണാൻ പറ്റിയ ഒരു ഘട്ടമാണത്. അത് കൂടെയുള്ള അലയെ വിട്ടുപോകാൻ പോകണു. പക്ഷേ അദ്ദേഹം രാജ്യത്തിന് മുന്നിൽ നിർത്തി. രാജ്യത്തിന് ഏറ്റവും ആവശ്യമാണ് എനർജി എന്ന് പറയുന്നത്. പവർ വേണം. ഇവിടെ കമ്പനികൾ നടക്കണമെങ്കിൽ, വീടുകളിൽ വെളിച്ചം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പവർ എനർജി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി. അത് നമ്മളൊരു റെവല്യൂഷണറി സ്റ്റെപ്പ് എടുത്തേ പറ്റൂ. അതിൻ്റെ നീഡ് നമ്മുടെ ഇത്രയേറെ 150 കോടിയോളം ആൾക്കാർ ഉണ്ടാകുന്നൊരു ജനതയാണ്. ഇവിടെ നമുക്ക് പവർ ആവശ്യമാണ്. അപ്പം അതിലേക്ക് നമുക്കിത് നേഷൻ്റെ ആവശ്യമാണ്. ഒരു തീരുമാനം എടുത്ത് അതുപോലെ ഒരു പ്രധാനമന്ത്രി വേറൊരു പ്രസിഡന്റിന് വാക്ക് കൊടുക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് ഇത്രയും ഡിസ്കഷനും നെഗോസിയേഷനും കഴിഞ്ഞ് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ന്യൂക്ലിയർ ഡീലിന് ഒരു ന്യൂക്ലിയർ ഡീൽ മാത്രമായിരുന്നില്ല, അദ്ദേഹം സ്മാർട്ടായിട്ട് അദ്ദേഹം ചെയ്തത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ പഠിച്ചതിൻ്റെ ഒരു ഗുണമാണ്, അദ്ദേഹം ഡീപ്പായിട്ട് ഇൻഡെപ്ത് പഠിച്ചതിൻ്റെയാണ്. 4800 കൂടുതൽ ടെക്നോളജി ട്രാൻസ്ഫറാണ് ആ ഒരു ന്യൂക്ലിയർ ഡീലിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ ഇന്ത്യക്ക് ഒത്തിരിയേറെ പല ഫീൽഡിൽ ഒത്തിരി ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ന്യൂക്ലിയർ ഡീലിന് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഇടതുപക്ഷം വരുമ്പോഴത്തേക്ക് അദ്ദേഹം എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. വേറെ ആരുമല്ല, അദ്ദേഹം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെയാണ് അവരുടെ സമാജ്വാദി പാർട്ടിയെ അവരെ വിളിക്കുന്നു, അവരെ കൊണ്ടുവന്നത് ചെയ്യുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചടുലതയിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഈസ് എ ബ്രില്യൻ പൊളിറ്റിക്കൽ മൈൻഡ്. പക്ഷേ കൺവെൻഷൻ നമ്മളറിയില്ല, കൺവെൻഷൻ രീതി നമ്മൾ കണ്ടില്ല. അദ്ദേഹം ഈ ഒരു പരമ്പരാഗത രീതിയിലുള്ള രാഷ്ട്രീയ നേതൃത്വ പടവും നമ്മൾ ചിന്തിക്കുന്നതിനെ പൊളിച്ചടുക്കി ഒരു പുതിയൊരു രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു അദ്ദേഹം. അത് നമുക്ക് ഒരു സ്റ്റുഡൻ്റ്, ഒരു ലീഡർഷിപ്പിൻ്റെ സ്റ്റുഡൻ്റ് എന്നല്ല, നമ്മൾ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫാസിനേറ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ചിലപ്പോൾ നമുക്ക് ഒരു 50 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ലീഡർഷിപ്പിന് വളരെ പ്രോമിനൻസ് കിട്ടും. ഈ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ഇപ്പോൾ ശശി തരൂരിനെ പോലുള്ള നേതാക്കളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്.
അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് പ്രൊജക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ കാര്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നില്ല, കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടുകൊടുക്കായിരുന്നു. പക്ഷേ ചിലവരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പുള്ളി വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ ഡോക്ടർ ശശി തരൂരാണെന്ന് അന്നത്തെ മീഡിയയിലൊക്കെ വന്നതാണ്. എങ്ങനെയാണ് താങ്കൾക്ക് അത് തോന്നുന്നത്? അങ്ങനെ അദ്ദേഹം ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും കപിൽ സിബൽ കൊണ്ടുവരാനായിട്ട്, എഡ്യൂക്കേഷൻ്റെ മിനിസ്റ്ററായിട്ട് കൊണ്ടുവരാനായിട്ട്, ലോ മിനിസ്റ്ററായിട്ട് കൊണ്ടുവരാനായിട്ട്, പ്രൈം മിനിസ്റ്റർ അതിനുവേണ്ടി സോണിയാഗാന്ധിയോടും പാർട്ടിയോടും ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. അദ്ദേഹം അതിനുവേണ്ടി അഡമൻ്റായിരുന്നു, എനിക്ക് കപിൽ സിബലിനെ കൊണ്ടുവരണം. അതേപോലെ രംഗരാജൻ, ആദ്യത്തെ ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് അദ്ദേഹം കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് രംഗരാജനാണ്. പാർട്ടി എതിർത്തു. ചിലപ്പം പുള്ളിയെ കൊണ്ടുവരുന്നെങ്കിൽ വേറൊരു രീതിയിൽ വളർന്നേനെ. പക്ഷേ ഞാൻ പറഞ്ഞു എങ്ങനെ ചിലരെ കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾ, ഞാനൊരു കരിയർ ബ്യൂറോക്രാറ്റല്ല, എന്നെപ്പോലെ ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. അല്ലെങ്കിൽ നന്ദൻ നിലേക്കനി, ആധാർ പോലൊരു. ഇപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ നമ്മുടെ എക്കോണമി തന്നെ ഡിജിറ്റൽ എക്കോണമി ആയിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞു. നമ്മളിന്ന് ജപ്പാനിൽ പോകും, അമേരിക്കയിൽ പോകും, നമ്മൾ കോയിനും കൊണ്ട് ആൾക്കാർ നടക്കുന്നു. ഇന്നിവിടെ പച്ചക്കറി വിൽക്കുന്നവരും നമ്മൾ ഒരു മൊബൈലിലാണ് നമ്മൾ എക്കോണമി നടത്തുന്നത്. ഞാൻ വാലറ്റ് വളരെ പേരിന് യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ നമ്മൾ കൂടുതൽ മൊബൈൽ ഫോണിലാണ്, UPI ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഡിജിറ്റൽ എക്കോണമിയുടെ തുടക്കം എവിടെയാണ്? ഈ ആധാർ എന്നുള്ളൊരു സാധനം, ആ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ വിഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന് മൻമോഹൻ സിംഗ് ഗോട്ട് ദ ബെസ്റ്റ് മൈൻഡ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓർക്കും അദ്ദേഹം മിണ്ടുന്നില്ല, കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്. എക്കോണമിയെ പറ്റി നിങ്ങൾ പറയും, വേറെ സബ്ജക്റ്റ് മാറ്റി വെക്കൂ. എക്കോണമിയെ പറ്റി ഇത്രയും നോളജുള്ള വേറെ ആളില്ലല്ലോ. ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മനുഷ്യനാണ്, പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസർ ആയിരുന്ന മനുഷ്യനാണ്, പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ്റെ മനുഷ്യൻ. അദ്ദേഹത്തിന് വേറെ ആവശ്യമില്ലല്ലോ. വെൻ ഹി വാസ് ദ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിനൊരു പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൗൺസിലുണ്ട്. 25 ടോപ്പ് നോച്ച് എക്കോണമിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്ന, ടോപ്പ് നോച്ച്. സി രംഗരാജനായിരുന്നു അന്ന് ഹെഡ് ചെയ്യുന്നത് തന്നെ അതിൻ്റെ. അപ്പോൾ ആ ക്ലാസ് ആൾക്കാർ നോക്കൂ. അപ്പോൾ പുള്ളി ഹി വാല്യൂഡ് ദ ബെസ്റ്റ് മൈൻഡ്സ് ആൻഡ് ബെസ്റ്റ് ഇൻഫർമേഷൻ, ബെസ്റ്റ് സ്ട്രാറ്റജി. അപ്പം അങ്ങനെ എല്ലാവരെയും ഉപയോഗിച്ച് കൊണ്ടുവരാനുള്ളൊരു അത് നമ്മൾ കാണാതെ പോയി, നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. കാരണം നമ്മളെപ്പോഴും നോക്കുന്നത് പവർഫുൾ കസേര, അവിടെ സാധാരണ രാഷ്ട്രീയക്കാരുടെ ഡ്രാമ ഇത് കാണിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെയല്ല. നമുക്ക് മനസ്സിലാകാതെ പോയ, പക്ഷേ ഈ രാജ്യത്തിന് ഇത്രയേറെ ഗുണം ചെയ്തൊരു മനുഷ്യൻ. കാരണം നിങ്ങൾ നോക്കൂ, പ്രധാനമന്ത്രി 91 ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹം എക്കണോമിക് റിഫോംസ് ചെയ്തെങ്കിൽ പ്രധാനമന്ത്രി ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് സോഷ്യൽ സെക്യൂരിറ്റി മുഴുവൻ കൊണ്ടുവരുന്നത്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക, തൊഴിലുറപ്പ് കൊണ്ടുവരിക, കാർഷിക കടം എഴുതി തള്ളുക, എത്രയോ ആൾക്കാർ വർഷം പറഞ്ഞത് ഞങ്ങളുടെ ഉപദേശം സ്വീകരിച്ചാണ് അദ്ദേഹം ചെയ്തതെന്നാണ് അടുത്ത വർഷം അവകാശപ്പെടുന്നത്. അവരുടെ പ്രൊജക്റ്റ് ആയിരുന്നു. വൈ നോട്ട്? അപ്പോൾ ഒരു കോalition ഗവൺമെൻറ് അതൊക്കെ വേണ്ടേ? അതൊക്കെ എല്ലാവരും. ഞാൻ പറഞ്ഞ ഇടതുപക്ഷം മാത്രമല്ല, ഞാൻ പറഞ്ഞത് എക്കോണമിയെ പറ്റി അദ്ദേഹത്തിന് 25 ടോപ്പ് നോച്ച് എക്കണോമിസ്റ്റിനെ വെച്ചിട്ട് അവരുടെ അഡ്വൈസ് കേൾക്കുമായിരുന്നു. അത് ഹീസ് എ വെരി ഗുഡ് ലിസണർ. അതാ നമുക്ക് മനസ്സിലാത്ത കാര്യങ്ങളാണ്. എല്ലാവരും പറയുന്നത് കേൾക്കും അദ്ദേഹം. കേട്ടിട്ട് തീരുമാനം അദ്ദേഹം എടുക്കും. തീരുമാനം പ്രധാനമന്ത്രിയുടെ ആണല്ലോ. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ്. താങ്കൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഭയങ്കര, ഇതുവരെയൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ്, പക്ഷെ വളരെ പേഴ്സണലായിട്ട് അടുപ്പമുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ എങ്ങനെയായിരിക്കും താങ്കൾ അദ്ദേഹത്തെ ഓർക്കുക? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പേഴ്സണൽ മൊമെൻറ്റ്സ് താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു? അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല, അങ്ങനെ ഇമോഷണൽ ഇത് കാണിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ബിനോയ് പുള്ളിയുടെ കൂടെ ചേരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് യാത്ര പിരിഞ്ഞ് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു, എന്തെങ്കിലും ഒരു ഇൻറ്റിമേറ്റ് ഇമോഷണൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ താങ്കളുടെ ഇതിൽ? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ആദ്യം ഞാൻ നമ്മളല്ലേ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രസ് മീഡിയ അഡ്വൈസർ ഉണ്ടായിരുന്നു. ഞാനോട് അദ്ദേഹത്തെ പാർലമെൻറ്റ് ഓഫീസിൽ കാണുമ്പോൾ പറഞ്ഞപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന രീതി പറഞ്ഞ് അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ പറഞ്ഞതാണ്, ഐ നീഡ് യുവർ ബ്രില്യൻറ്റ് ഐ നീഡ് യുവർ ഗ്രേറ്റ് ഐഡിയാസ് ആൻഡ് ദ നേഷൻ നീഡ് യുവർ വാല്യുബിൾ സർവീസ്. അപ്പം ഇതൊക്കെ ഒരു വളരെ വേർഡ്സ് ഓഫ് വിസ്ഡം നമ്മൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഈ മനുഷ്യൻ്റെ നിന്ന് വരുന്ന വളരെ കുറച്ച് വേർഡ്സേ വരത്തുള്ളൂ. യുനോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു മനുഷ്യൻ നമ്മളെ പുതിയ ജോലിക്ക് വെക്കുമ്പോഴത്തേക്ക് ഓക്കെ യു ആർ അപ്പോയിൻറ്റഡ്, ഓക്കെ അങ്ങനെ ആ ഇതല്ല, അദ്ദേഹത്തിൻ്റെ പവർ കാണിക്കല്ല. വളരെ എളിമയോടെ അദ്ദേഹം പറയുന്ന വേർഡ്സ് ഇതാണ്, യുനോ I need your great ideas and the nation need your valuable service. നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ we will fall for it. ഒന്നത്. പിന്നെ അല്ലാതെ എൻ്റെ ലാസ്റ്റ് അദ്ദേഹം അങ്ങനെ വലിയ പാർട്ടി നടത്തും, ഞങ്ങളുടെ കൂടെയുള്ള അഡ്വൈസേഴ്സിൻ്റെ ഓഫീസേഴ്സിൻ്റെ
ഫാമിലി കാണുന്നില്ല. ലാസ്റ്റ് വർഷം അദ്ദേഹം ഒരു ദീപാവലി ഇത് നടക്കുന്നു. അപ്പോൾ എൻ്റെ മോൾക്കൊരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഫാമിലിയും വിളിച്ചു. അങ്ങനെ സാധാരണ അങ്ങനെ വിളിക്കാറില്ല, ഞങ്ങളൊക്കെ തന്നെ കാണുമാറുള്ളൂ. അപ്പോൾ ആ പ്രാവശ്യം ഫാമിലിയും വിളിച്ചു. ഞാനും വൈഫുണ്ട്, മക്കളും ഉണ്ട്. അപ്പം മോൾ കൊച്ചുകുട്ടിയാണ്, 4 വയസ്സ് 5 വയസ്സ്. അപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർത്തോണം, അന്ന് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം മോളെ കണ്ടപ്പോൾ അപ്പോഴത്തേക്ക് വേറൊരു ഓഫീസർ പറഞ്ഞു, സാർ യു റിമെമ്പർ ബിനോയ്സ് ഡോട്ടർ? യാ. പുള്ളി ഉടനെ ഉടനെ കുട്ടിയെ ഓപ്പൺ ഹാർട്ട് സർജറി മനുഷ്യനാണ്, കുട്ടിയെ എടുക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തു കുട്ടിയെ, വെയിറ്റ്. പക്ഷെ അദ്ദേഹം ഒരു സിമ്പിൾ മനുഷ്യനാണ്. ഇതേപോലെ പലരും അദ്ദേഹത്തിന് ഒരു സിമ്പിൾ മനുഷ്യനാണ്, പിന്നെ ഒരു ഹ്യൂമിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അതൊക്കെ ഇവിടുന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനാണല്ലോ ഇവിടെ വന്നപ്പോൾ കാണുന്നു. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ മോനൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോൾ അവൻ സ്കൂളിൽ പഠിക്കാൻ തോന്നുന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ പുള്ളി എഴുന്നേറ്റിട്ടാണ്. ചാണ്ടി ഉമ്മൻ എന്നോട് പറയായിരുന്നു, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ, ഞാനൊരു സ്കൂൾ സ്റ്റുഡൻ്റാണ്, ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഗ്രീറ്റ് ചെയ്യുക. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. ആര് വന്നാലും അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ദാറ്റ് ഈസ് ഹിസ് ക്യാരക്ടർ. ഈസ് എ മോസ്റ്റ് ഹംബിൾ പേഴ്സൺ, ബട്ട് മോസ്റ്റ് ഫാസിനേറ്റിംഗ് പേഴ്സൺ ആൻഡ് മോസ്റ്റ് ബ്രില്യൻ മൈൻഡ് ആൻഡ് സെൽഫ്ലെസ് സർവീസ് ടു ദ നേഷൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഓർക്കുകയായിരുന്നു ഡോക്ടർ ബിനോയ് ജോബ്. താങ്ക് യു.